ശ്രീ മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 17-ാം തീയതി കർക്കിടകം 1 എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 18-ാം തീയതി ശനിയാഴ്ചയാണ്. 17 വെള്ളി, 18-ാം തീയതി ശനി. ഈ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറയുന്നത് 30 ശനി എന്നാണ്. ഇത് വ്രതം പിടിക്കാനും കറുത്ത വസ്ത്രം ധരിക്കാനും കഴിഞ്ഞാൽ ശനിദേവന്റെ ഗുണമേന്മ വർദ്ധിക്കും. അന്നേ ദിവസം തന്നെ ഹനുമാനെയും കാണണം. രണ്ടുപേരെയും കാണുമ്പോൾ തീർച്ചയായും ജാതകദോഷം പോലും മാറും. നടക്കാതിരിക്കുന്ന വിവാഹം, പെൻഡിങ്ങിലായി പോയ ജോലി, വിസ കിട്ടാനുള്ള കാലതാമസം, വസ്തുസംബന്ധമായി ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തുതീർപ്പ്, ഇതെല്ലാം 30 ശനിയാഴ്ച വ്രതം കൊണ്ട് നടക്കുന്നതാണ്. വ്രതം പിടിക്കാൻ ചിലർക്ക് കഴിയും, ചിലർക്ക് ഇന്നത്തെ ജോലി സംബന്ധമായ ഷിഫ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാധിച്ചെന്ന് വരില്ല. എന്നാലും മാനസികമായി ബന്ധമുള്ള വീട്ടിലുള്ള ഒരു വ്യക്തിയെങ്കിലും ഈ 30 ശനിയാഴ്ച ആചരിക്കണം. വളരെയേറെ ഗുണം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. സർവ്വവിധ തടസ്സങ്ങളും മാറുന്നതാണ്. പ്രായമുള്ള അഗതിയായ ഒരാളിന് ഭക്ഷണം കൊടുക്കാം, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം, മുതലായ കാര്യങ്ങൾ വിശേഷപ്പെട്ടതാണ്. ഇപ്പോൾ ശാസ്താവിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് നീരാഞ്ജനം, എള്ളുപായസം മുതലായ യഥാശക്തി ചെയ്യാം. ഹനുമാന് വെണ്ണ, വെറ്റില മാല, കടമാല മുതലായവ നൽകാം. അതും യഥാശക്തി മുഖാബലം. ഈ രണ്ടുപേരെയും ഒരു ദിവസം ഈ 30 ശനിയാഴ്ച കാണുന്നത് കൊണ്ട് പ്രധാനമായും പറയാനുള്ളത് ജാതകദോഷം മാറിക്കിട്ടും എന്നാണ്. ചിലർക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പോയി ജയിച്ചാലും ചിലർക്ക് ജോലി തടസ്സമുണ്ട്, അല്ലെങ്കിൽ അന്നേരം ലാസ്റ്റ് മൊമെന്റിൽ അവർ പറയും വാക്കൻസി ഇല്ല, വാക്കൻസി കുറഞ്ഞു പോയി, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഓവർ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും പറഞ്ഞൊരു തടസ്സം വരുന്നത് ജാതകത്തിലുള്ള തകരാറുകളാണ്. ആ ദോഷം കൂടി മാറിക്കിട്ടും. 30 ശനിയാഴ്ച വ്രതം പിടിച്ച് ശനിദേവനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അന്ന് തന്നെ ഹനുമാൻജിയെയും കാണുക എന്നത് അദ്ദേഹത്തിന് പുകച്ചാർത്ത്, നാരങ്ങാവിളക്ക്, നേരത്തെ പറഞ്ഞ വടമാല, വെറ്റിലമാല, നമുക്ക് യഥാശക്തി എല്ലാം ചെയ്യണമെന്നില്ല. കുറേശ്ശെ നമ്മുടെ യഥാശക്തി ചെയ്യാവുന്നതാണ്. ഇതിന് വീണ്ടും പറയുകയാണ്, ഇതുമൂലം ഉണ്ടാകുന്ന നേട്ടം ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ജാതക ദോഷങ്ങളുണ്ട് ചിലർക്ക്. അതുകൊണ്ടാണ് ചിലത് കയ്യിലെത്തി വായിലെത്തുകയില്ല, അല്ലെങ്കിൽ കയ്യിലെത്തി വായിലെത്തിയില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് ജാതകദോഷം കൊണ്ടാണ്. അത് പോലും മാറിക്കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ശനിയാഴ്ച. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗുണമുണ്ടാകും. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടും.